ഈ 3D സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മിനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിവിടെ പോസ്റ്റ് ചെയ്യാം. ഈ സ്റ്റാറിന് നിങ്ങൾക്ക് റൂം ഡെക്കോറായിട്ടോ വാൾ ഡെക്കോറായിട്ടോ ഡെസ്ക് ഡെക്കോറോ ഒക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. പിന്നെ ആസ്തറ്റിക് ഇഷ്ടപ്പെടുന്നവർക്കും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കോ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അതിലേക്ക് ഞാനൊരു സ്റ്റാർ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു മാർക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാറിൻ്റെ വാലിൽ നിന്ന് സെൻറ്റർ പോർഷനിലേക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബോർഡിൽ നിന്നിട്ട് ഈ സ്റ്റാർ ഒന്ന് വെട്ടിയെടുക്കണം. പിന്നെ വേണ്ടത് ഈ സ്റ്റാറിൽ നിന്ന് നമുക്ക് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് 3D ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള കുറച്ച് പീസുകളാണ്. അത് നമ്മൾ ആദ്യം അളന്ന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഗ്ലൂഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ച് ടൈം കൊണ്ട് തന്നെ ഒട്ടി കിട്ടും. എൻ്റെ കയ്യിൽ ഫെവിക്കോളേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് ടൈം എടുത്ത് ചെയ്താൽ മതി, സാവധാനം ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കാണാൻ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഓരോ കോണിലും നമ്മൾ ഫെവിക്കോള് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കാം. ഈ ടിഷ്യൂ പേപ്പർ വെക്കുന്ന ടൈം മുതലാണ് എനിക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്ന് തോന്നി തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ ഇത് വെച്ചു. എന്നിട്ട് എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഫുള്ളായിട്ട് ഇത് സ്റ്റാറിൻ്റെ ഉള്ളിൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ ഫുൾ ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ സൈസ് കനം കുറച്ചിട്ട് ഞാൻ വീണ്ടും വെച്ചു. എന്നിട്ടാണ് ഞാൻ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തത്. അത്യാവശ്യം നല്ല ടൈം എടുത്തിരുന്നു. പിന്നെ മാസ്കിംഗ് ടാപ്പ് വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്റ്റാറിൻ്റെ കോൺ ഭാഗം ആദ്യം കവർ ചെയ്തിട്ട് പിന്നെ സെൻറ്റർ പോർഷനിൽ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. പിന്നെ ടിഷ്യൂ പേപ്പർ ഗ്ലൂവിൽ വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബേസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊരു ആസ്തറ്റിക്കും ക്യൂട്ടൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമുക്കിതിലേക്ക് അടിച്ചു കൊടുക്കാവുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഒരു 3D ആയിട്ടുള്ള റൂം ഡെക്കോറും